ഹലോ ഹല്ലേലൂയ. 1979 ഇറാനിൽ ഒരു ഭരണമാറ്റമുണ്ടായി. അവർ തങ്ങളുടെ മതമൊഴിച്ച് ബാക്കിയുള്ള എല്ലാ മതങ്ങളെയും നിരോധിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം അടച്ചുപൂട്ടി. ബൈബിൾ വിതരണം ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ നിയമം വന്നു. അന്ന് ഏതാനും ആയിരങ്ങളാണ് ക്രൈസ്തവരായി അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ക്രൈസ്തവരുടെ എണ്ണം 10 ലക്ഷം കവിയും. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു വ്യക്തി ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: അവർക്കാർക്കും യേശുവിനെ പറ്റി കേട്ടിട്ടില്ല, ബൈബിൾ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഈശോ അവരുടെ സ്വപ്നത്തിൽ കടന്നു ചെന്നു എന്നാണ് പറയുന്നത്. 80% വ്യക്തികളുടെയും ജീവിതത്തിൽ ഈശോ സ്വപ്നത്തിലാണ് കടന്നു ചെന്നിരിക്കുന്നത്. ദ മാൻ ഇൻ വൈറ്റ് എന്നാണ് അവർ പറയുന്നത്. വെള്ളവസ്ത്രധാരിയായ ഒരു വ്യക്തി ഞങ്ങളുടെ സ്വപ്നത്തിൽ കടന്നു വന്നു. ആ വ്യക്തിയെ തിരക്കിയവർ പോയി. അത് ഈശോയാണെന്ന് അറിഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ക്രൈസ്തവരായി. അപ്പോൾ അവരുടെ ഉറക്കത്തിൽ ഈശോ സ്വപ്നത്തിൽ കടന്നു ചെന്നു. ഇന്ന് നമ്മളുടെ സ്ഥിതി എന്താണ്? നമുക്ക് ഈശോയെ അറിയാം, ബൈബിൾ അറിയാം, വചനങ്ങളറിയാം, പരിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാം, ജപമാല എന്താണെന്ന് അറിയാം, വചന പ്രഘോഷണങ്ങളൊക്കെ കേൾക്കുന്നു, എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മളും ഒരു ഉറക്കത്തിലാണ്. എന്തുറക്കം? ആത്മീയമായ ഒരു ഉറക്കം. ആത്മീയമായ ഉറക്കത്തിൽ എപ്പോഴാണ് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുക? ഈശോ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കത്തിച്ചാലും പറയുടെ കീഴിൽ വെക്കാറില്ല. അത് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറണം. ഇന്ന് നമ്മൾക്കും പറ്റിയിരിക്കുന്നതാണ്. ഈശോയെ നമ്മൾ അറിഞ്ഞു, പക്ഷേ ആ ഈശോയെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് ഒരു ഉണർന്നെഴുന്നേൽപ്പ് ആവശ്യമാണ്. ധനികനായ യുവാവ് ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിൻ്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. അദ്ദേഹത്തിനത് ചെയ്യാൻ സാധിച്ചില്ല. എന്താണ്? അദ്ദേഹം ആത്മീയമായ ഉറക്കത്തിലാണ്. എന്നാൽ ആ ആത്മീയമായ ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കാൻ ഈശോ അദ്ദേഹത്തിന് നൽകിയ പ്രബോധനമാണ് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞത്. എന്നതുപോലെ ഇന്ന് നമ്മൾ അനേകം വചന പ്രഘോഷങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നില്ല. കാരണം അത് നമുക്കുള്ള പ്രബോധനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ തന്നെ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുക, ഈശോ എല്ലാവരും കൊടുക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ ഹല്ലേലൂയ.